ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിന്നിവിടെ ഒരു ബീട്രൂട്ട് വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾക്ക് ബ്ലഡ് ഉണ്ടാവാനും കുട്ടികൾക്ക് കഴിക്കുന്നതും ഒക്കെ ബെസ്റ്റ് സാധനമാണ് കേട്ടോ ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3-4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആദ്യം ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ചെറിയുള്ളി അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചതച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ 2 കറിവേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കരിയാതെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡിലാവുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് അത്യാവശ്യം കണ്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡിലൊക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവ് ആവശ്യാനുസരണം ഇടാം. ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് അടി പിടിക്കാത്ത രീതി നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നില്ല. നമ്മൾ മൂടി വെച്ച് വേവിക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നാളികേരം. അപ്പോൾ ഇത് പാകമായോ നോക്കാം. ഇതൊരു 3/4 വേവാകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെരുകി വെച്ചിരിക്കുന്ന നാളികേരം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വേവിച്ച ഒന്ന് മൂടി തുറന്ന് നോക്കി നമ്മൾ ഒന്നും കൂടെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും